നമസ്കാരം. ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച രഹസ്യ വിവരം ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനുമായുള്ള സൈനിക സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ യുക്രൈൻ ആക്രമണവും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന ആസൂത്രണം ചെയ്തെന്ന രഹസ്യ വിവരം ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ വീണ്ടും കടുത്ത സൈനിക നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലേക്ക് ട്രംപിനെ എത്തിച്ചത് ഇസ്രയേൽ കൈമാറിയ ഈ രഹസ്യ വിവരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത തേടിയിരുന്ന ട്രംപ് അപ്രതീക്ഷിതമായി അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഇറാനിലേക്ക് ശക്തമായി ആക്രമണം നടത്തിയിരുന്നു. 2020 ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ US വധിച്ചതിന് പിന്നാലെ ഇറാൻ പലതവണ ട്രംപിനെതിരെ പ്രതികാര ഭീഷണികൾ ഉയർത്തിയിരുന്നു. അലി ഖമനയുടെ ഒരാഴ്ച നീണ്ടുനിന്ന സംസ്കാര പരിപാടിക്കിടെ ട്രംപിനെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെ ഇസ്രയേലിന്റെ മുന്നറിയിപ്പിനെ US സുരക്ഷാ ഏജൻസികൾ അതീവ ഗൌരവത്തോടെയാണ് കണ്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ രഹസ്യ വിവരത്തെക്കുറിച്ച് USO ഇസ്രയേലോ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. ഇറാനും ആരോപണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായുള്ള സൈനിക സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും രാജ്യം പുതിയ സുരക്ഷാ വെല്ലുവിളികളെയാണ് നേരിടുന്നതെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ വ്യോമസേനയുടെ ഗ്രാജുവേഷൻ ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച US ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ ധാരണ പൂർണ്ണമായി തകർന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഇതിനിടെ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ യാൽ സാമിറും വ്യക്തമാക്കി. പുതിയ സൈനിക ഓപ്പറേഷൻ പദ്ധതികൾ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ശക്തമായ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ സമീപകാല സൈനിക നടപടികൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പുതിയ യുദ്ധ മുന്നറിയിപ്പും മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് കൂടുതൽ വ്യാപകമായ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള ആഗോള തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രവും ചർച്ചകളും മാത്രമാണ് ഏക പോംവഴിയെന്ന് ഖത്തർ. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഖുലൈഫിയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരിയും വ്യക്തമാക്കി. ലണ്ടനിലെ പ്രശസ്തമായ ചാദം ഹൌസിൽ നടന്ന ലണ്ടൻ കോൺഫറൻസ് 2026 സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുക എന്നത് ഖത്തറിനെ സംബന്ധിച്ച് കേവലം ഒരു വിദേശ നയതന്ത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന കർത്തവ്യമാണെന്ന് സഹമന്ത്രി അൽ ഖുലൈഫി പറഞ്ഞു. സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുമായും ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഖത്തറിന്റെ ശൈലി. എല്ലാ കക്ഷികളോടും സംസാരിക്കുന്നു എന്നതിനർത്ഥം അവരുടെ നിലപാടുകളെ ഖത്തർ അംഗീകരിക്കുന്നു എന്നല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലും ചർച്ചകളുടെ വാതിലുകൾ തുറന്നിടുക എന്നത് ഒരു മധ്യസ്ഥ രാജ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ത്വർ, സ്റ്റാവ്രോപോൾ എന്നിവിടങ്ങളിലെ എണ്ണ സംഭരണശാലകൾക്ക് നാശനഷ്ടമുണ്ടായി. ആക്രമണത്തിൽ അസോവ് കടലിലുണ്ടായ 2 എണ്ണ ടാങ്കറുകളും കത്തി നശിച്ചു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 800 കിലോമീറ്റർ അപ്പുറമുള്ള റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി അറിയിച്ചു. 4 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ എണ്ണ സംഭരണശാലകൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണം റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്.
എണ്ണ സംഭരണശാലകൾക്കും റിഫൈനറികൾക്കും നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് റഷ്യയ്ക്ക് എണ്ണ കയറ്റുമതി കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിസമ്മതത്തിനുമുള്ള മറുപടിയായാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് വ്ളോദിമിർ സെലൻസ്കിയുടെ വിശദീകരണം. ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ഉത്തര കൊറിയ. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ യോഗത്തിലാണ് സൈന്യത്തെ ആധുനീകരിക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ആണവായുധ ശേഷിയും സൈന്യത്തെ നവീകരിക്കാനുമുള്ള തീരുമാനമാണ് യോഗത്തിൽ കൈക്കൊണ്ടതെന്ന് ഔദ്യോഗിക മാധ്യമമായ KCNA റിപ്പോർട്ട് ചെയ്തു. എല്ലാതരം ഭീഷണികളെയും നേരിടാൻ ശേഷിയുള്ള ശക്തമായ സൈന്യത്തിന് മാത്രമേ രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഉത്തര കൊറിയ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആയുധ സംവിധാനങ്ങളുടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പുതുക്കാനും സൈനിക താവളങ്ങൾ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവുമാക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നൽകുന്ന കോൺസുലർ സേവനങ്ങൾ ജൂലൈ 19 വരെ നീട്ടി. നേരത്തെ ജൂലൈ 1 മുതൽ കോൺസുലർ സേവനങ്ങളുടെ കരാർ DU ഗ്ലോബൽ ഡിജിറ്റൽ കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ സേവനങ്ങൾ എംബസിയിൽ നിന്ന് നൽകി വരികയാണ്. ഈ ക്രമീകരണമാണ് ഇപ്പോൾ ജൂലൈ 19 വരെ ദീർഘിപ്പിച്ചത്. ഈ കാലയളവിൽ അടിയന്തര സേവനങ്ങൾ മാത്രമാണ് ലഭിക്കുക. കോൺസുലർ വിഭാഗം രാവിലെ 9 മുതൽ 12 വരെ മാത്രമേ അടിയന്തര കേസുകൾ പരിഗണിക്കൂവെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. തത്കാൽ പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, വിസ അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ സ്വീകരിക്കുക. സാധാരണ പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ, റെഗുലർ വിസ സേവനങ്ങൾ ഈ കാലയളവിൽ ലഭ്യമാകില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനായ സപ്ലൈകോയ്ക്ക് കേന്ദ്ര സർക്കാർ അടിയന്തരമായി 90 കോടി രൂപ അനുവദിച്ചു. കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക തുകയിൽ നിന്നാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ നേരിൽ കണ്ട് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ധനസഹായം അനുവദിച്ചത്. തുക അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രിക്കും മന്ത്രി അനൂപ് ജേക്കബ് നന്ദി അറിയിച്ചു. സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലഭിച്ച ധനസഹായം പൊതുവിതരണ സംവിധാനവും സബ്സിഡി നിരക്കിലുള്ള അവശ്യ സാധന വിതരണവും കൂടുതൽ സുഗമമാക്കാൻ സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നവീകരണം പൂർത്തിയായ തിരൂർ, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, തലശ്ശേരി, ചാലക്കുടി, അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഈ സ്റ്റേഷനുകൾ രാജ്യത്തിന് സമർപ്പിക്കും എന്നാണ് ദക്ഷിണ റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഉദ്ഘാടന തീയതി ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സ്റ്റേഷനുകളിൽ ആധുനിക പ്രവേശന കവാടങ്ങൾ, വിശാലമായ കോൺകോഴ്സ്, മെച്ചപ്പെട്ട കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഡിജിറ്റൽ യാത്രാ വിവര സംവിധാനങ്ങൾ, നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, മികച്ച ലൈറ്റിംഗ്, ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്ക് സൗഹൃദപരമായ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളെ ആധുനിക യാത്രാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ലക്ഷ്യം. യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സ്റ്റേഷനുകളെ പ്രാദേശിക വികസന കേന്ദ്രങ്ങളാക്കി മാറ്റാനും പദ്ധതിയിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിൽ മരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുതാര്യവും ശാസ്ത്രീയവുമാക്കുന്നതിന്റെ ഭാഗമായി മരണകാരണം വ്യക്തമാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോസ് ഓഫ് ഡെത്ത് നിർബന്ധമാക്കുന്നു. ആശുപത്രികളിലും ചികിത്സ നൽകിയ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലും സംഭവിക്കുന്ന മരണങ്ങളിൽ രജിസ്ട്രേഷനൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നതാണ് പുതിയ നിർദ്ദേശം. പുതുക്കിയ നിയമപ്രകാരം മരണത്തിന് മുൻപ് ചികിത്സ നൽകിയ ഡോക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആശുപത്രിയാണ് മരണകാരണം രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകേണ്ടത്. ഇതിന്റെ പകർപ്പ് മരണപ്പെട്ടയാളുടെ അടുത്ത ബന്ധുവിനും നൽകണം.
മരണങ്ങളുടെ കൃത്യമായ കാരണം രേഖപ്പെടുത്തുന്നതിലൂടെ പൊതുജനാരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും രോഗവ്യാപന പ്രവണതകൾ വിലയിരുത്തുന്നതിനും ആരോഗ്യ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും ഈ സംവിധാനം സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി നടപ്പാക്കുന്നത്. മരണ രജിസ്ട്രേഷൻ കൂടുതൽ വിശ്വസനീയവും രാജ്യവ്യാപക ആരോഗ്യ കണക്കുകൾ കൂടുതൽ കൃത്യവുമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ 1 മണി വാർത്ത ഇവിടെ സമാപിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.